ഇവിടെ ഒരുത്തൻ അവന്റെ കടയിലേക്ക് തയ്ക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഷൂ തയ്ച്ചതിന് ശേഷം സൈസ് കറക്റ്റ് ആണോ എന്ന് ഇട്ടുനോക്കുന്നു. അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ആ ഷൂവിന്റെ ഉടമയായി മാറിയിരിക്കുന്നു. ആക്ച്വലി ഇയാളുടെ അച്ഛനപ്പൂമ്മമാരുടെ കാലം തൊട്ടേ ചെരുപ്പ് തുന്നുന്നവരായിരുന്നു. അയാളുടെ ഫാമിലി ബിസിനസ് ആയിരുന്നു ഇത്. അങ്ങനെ ഇരിക്കെ ഇയാൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് ഇയാളുടെ അച്ഛനെ കാണാതായി. പിന്നീട് ഇവൻ കട ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു. ഒരു ദിവസം ആ ഏരിയയിലെ തന്നെ വലിയൊരു റൗഡി വന്നിട്ട് അയാളുടെ കീറിപ്പോയ ഷൂ വൈകുന്നേരത്തിനുള്ളിൽ തയ്ച്ചു കൊടുക്കണമെന്നും പറഞ്ഞു പോകുന്നു. പക്ഷെ നമ്മുടെ നായകന്റെ കഷ്ടകാലം എന്ന് പറയട്ടെ, ആ ഷൂ തയ്ച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ മെഷീൻ കേടാവുന്നു. എങ്ങനെയെങ്കിലും അയാൾക്ക് സാധനം കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ അപ്പൂപ്പന്റെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മെഷീൻ എടുത്തുകൊണ്ടുവന്ന് അയാൾ ആ ഷൂ അതിൽ തയ്ക്കുന്നു. അതിനുശേഷം ഇട്ടു നോക്കിയപ്പോഴാണ് ദേ നമ്മുടെ നായകൻ ആ റൗഡിയെ പോലെ മാറിയിരിക്കുന്നു. അതായത് അവന്റെ അപ്പൂപ്പൻ ഉപയോഗിച്ചിരുന്ന ആ മെഷീൻ ഉപയോഗിച്ച് തയ്ച്ച ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഓണറുടെ രൂപത്തിലേക്കാവും. അത് മനസ്സിലാക്കിയ അവൻ അവന്റെ കടയിലുണ്ടായിരുന്ന പഴയ എല്ലാ ഷൂസും എടുത്ത് അപ്പൂപ്പന്റെ മെഷീനിലിട്ട് തയ്ച്ച് അതിട്ട് ദിവസവും ഓരോരോ ക്യാരക്ടറായി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ. ഇത് മനസ്സിലാക്കിയ തൊട്ടടുത്തുള്ള കടക്കാരൻ, നീ ചെയ്യുന്നത് തെറ്റാണ്, അത് ആവർത്തിക്കരുത് എന്ന് അവനെ ഉപദേശിക്കുന്നു. സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ അയൽക്കടക്കാരനില്ലേ, പുള്ളിക്കാരനാണ് നമ്മുടെ നായകന്റെ ചെറുപ്പത്തിൽ അവിടെ നിന്ന് കാണാതായ അയാളുടെ അച്ഛൻ. പുള്ളിക്കാരനും അപ്പൂപ്പന്റെ മെഷീനിൽ തയ്ച്ച ഏതോ ഷൂ എടുത്തിട്ടിട്ട് ആളുടെ രൂപം മാറി ഇപ്പൊ മറ്റൊരു രൂപത്തിൽ മകന്റെ കടയ്ക്കടുത്ത് വർഷങ്ങളായിട്ട് താമസിക്കുകയായിരുന്നു. എന്താ അതിന്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ താമസിക്കുകയായിരുന്നു അത്ര തന്നെ.